സ്വാമിയെ ശരണമയ്യപ്പ. നമസ്കാരം. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും തൃപ്പാദമഠം യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഹാർദവമായ സ്വാഗതം. ഇന്നത്തെ വിഷയം മലപ്പുറം ജില്ലയിലെ അതിപ്രശസ്തമായ കുറച്ച് ക്ഷേത്രങ്ങൾ ഏതൊക്കെ എന്നുള്ളതാണ് പരിചയപ്പെടുത്തുന്നത്. അതിനു മുന്നേ ആദ്യമായി ചാനൽ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുകയും ചെയ്യുക. കൂടാതെ വീഡിയോ കാണുന്നവർ വീഡിയോ മുഴുവനായും കാണുവാൻ ശ്രമിക്കുക. മലപ്പുറം ജില്ലയിൽ ആദ്യമായി പറയുന്നത് ആലത്തിയൂർ ഹനുമാൻ ക്ഷേത്രം, കാടാമ്പുഴ ഭഗവതി ക്ഷേത്രം, കാട്ടുപുത്തൂർ ശിവക്ഷേത്രം, കുത്തനഴി ശിവക്ഷേത്രം, തിരുനാവായ നാവാമുകുന്ദ ക്ഷേത്രം, തിരുമാന്താംകുന്ന് ക്ഷേത്രം, തൃക്കാവ് ശ്രീ ദുർഗാ ഭഗവതി ക്ഷേത്രം, തൃക്കൈക്കാട്ട് ശിവക്ഷേത്രം, രാമപുരം ശ്രീരാമ ക്ഷേത്രം, ചെല്ലൂർ ശ്രീ പറക്കുന്നത്ത് ഭഗവതി ക്ഷേത്രം, കോട്ടയ്ക്കൽ വിശ്വേശ്വര ധന്വന്തരി ക്ഷേത്രം, കഴുത്തല്ലൂർ ശ്രീ നരസിംഹമൂർത്തി ക്ഷേത്രം, കുറ്റിപ്പുറം നൊട്ടനാലുക്കൽ ശ്രീ ഭഗവതി ക്ഷേത്രം, കൊങ്ങമ്പറമ്പത്ത് ശ്രീ ത്രിപുരാന്തക ക്ഷേത്രം എടവണ്ണപ്പാറ, വൈരങ്കോട് ഭഗവതി ക്ഷേത്രം, പൈങ്കണ്ണൂർ മഹാശിവക്ഷേത്രം, ചെല്ലൂർ ചലൂര് മഹാശിവക്ഷേത്രം, ചെല്ലൂർ ശ്രീ അന്തിമഹാകാളൻ കാവ്, എരവിമംഗലം ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം, പൂന്താനം ശ്രീകൃഷ്ണ ക്ഷേത്രം, പുലമന്തോൾ ശ്രീ രുദ്ര ധന്വന്തരി ക്ഷേത്രം, മേലാക്കം കാളിക്കാവ് ഭഗവതി ക്ഷേത്രം, പെരിന്തൽമണ്ണ ശ്രീ വെള്ളാട്ട് പുത്തൂർ മഹാദേവ ക്ഷേത്രം, മണലായ ശ്രീ കുന്നുമേൽ ഭഗവതി ക്ഷേത്രം, വാഴയങ്കട ശ്രീ നരസിംഹമൂർത്തി ക്ഷേത്രം, തേവർചോല മഹാദേവ ഗുഹാക്ഷേത്രം വളാഞ്ചേരി എന്നിങ്ങനെയുള്ള കുറച്ച് ക്ഷേത്രങ്ങളാണ് മലപ്പുറം ജില്ലയിൽ വരുന്ന പ്രശസ്തമായ ക്ഷേത്രങ്ങൾ എന്ന് പറയുന്നത്. ഈ അറിവ് മറ്റുള്ളവർക്ക് കൂടി എത്തിച്ചു കൊടുക്കുക, മറ്റുള്ളവർക്ക് കൂടി വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക, വീഡിയോ ലൈക്ക് ചെയ്യുകയും ചെയ്യുക. കൂടാതെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ എന്നിവ കമൻ്റായി രേഖപ്പെടുത്തുക. ഏവർക്കും ജഗദീശ്വരൻ നല്ലത് വരുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ശുഭദിനം നേരുന്നു. നന്ദി, നമസ്കാരം.